കഴിഞ്ഞ ദിവസമാണ് ബീഹാറിലെ ബങ്കിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിലൂടെ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനും വരാനിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ ഇലക്ഷനിലും നടക്കാൻ സാധ്യതയുള്ളതിന്റെ ഒരു മുന്നൊരുക്കമെന്ന് കൂടി ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം മോദി യുഗത്തിന്റെ അവസാനത്തിന്റെ ആരംഭമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നത്. നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. കഴിഞ്ഞ ദിവസമാണ് ബീഹാറിലെ ബങ്കിപ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നത്. അവിടെ ഏകദേശം 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രശസ്ത ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ പ്രശാന്ത് കിഷോർ വിജയിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ വിജയ പാഠവത്തെ കൂടി അദ്ദേഹത്തെ കൂടി പരിചയപ്പെടുത്താം. ആരാണ് പ്രശാന്ത് കിഷോർ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ അത്തരം ഒരു ട്രെൻഡ് കൊണ്ടുവന്ന്, അതായത് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിന്റെ കീഴിൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് എങ്ങനെ വിജയം നേടാമെന്നുള്ള ട്രെൻഡ് കൊണ്ടുവന്ന പോലും എന്താണ് പ്രശാന്ത് കിഷോറാണ്. അദ്ദേഹമാണ് മോദിയെ 2014 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടി ഇന്ത്യയിൽ തന്നെ മോദി തരംഗത്തിലൂടെ BJPക്ക് ഒരുപാട് സീറ്റുകൾ നേടിക്കൊടുക്കാനും BJPക്ക് അധികാരത്തിലെത്താനും സാധിച്ചത്. അദ്ദേഹം മോദിക്ക് വേണ്ടി മാത്രമല്ല, തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഉത്തർപ്രദേശിലും അദ്ദേഹം വർക്ക് ചെയ്തു. അവിടെയൊക്കെ അദ്ദേഹത്തിന് വലിയ വിജയം നേടിക്കൊടുക്കാൻ സാധിച്ചു. വളരെ കുറച്ച് ഇലക്ഷനിൽ മാത്രമേ അദ്ദേഹത്തിന് തോൽവി സംഭവിച്ചിട്ടുള്ളൂ. ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിൽ നിന്ന് അദ്ദേഹം മാറി 2025 ജൻ സൂര്യ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ബീഹാറിലെ ഇലക്ഷൻ അദ്ദേഹം നേരിട്ടു. അദ്ദേഹത്തിന് ഏകദേശം 3.4% വോട്ട് ഷെയർ നേടാനേ സാധിച്ചിട്ടുള്ളൂ. കാരണം മത്സരിച്ച് മുഴുവൻ സീറ്റുകൾ അദ്ദേഹം തോറ്റുപോവുകയും വെറും 3.4% വോട്ട് ഷെയർ നേടാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതിന് പ്രധാന കാരണം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി തുടങ്ങി വെറും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇലക്ഷൻ നടത്തുകൊണ്ട് അദ്ദേഹം കാര്യമായ രീതിയിൽ അദ്ദേഹത്തിന് ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങാൻ സാധിച്ചില്ല. അദ്ദേഹം കഴിയാവുന്ന രീതിയിൽ ചെയ്തെങ്കിലും കാര്യമായി ഇറങ്ങാൻ സാധിച്ചില്ല. എന്നാൽ എല്ലാം മാറി മറിയുന്നത് 2026, അതായത് ഈ കഴിഞ്ഞ മാസം നടന്ന ബൈ ഇലക്ഷനിലാണ് അദ്ദേഹം ചെയ്തത്. ഒരു വർഷത്തോളം അദ്ദേഹം ഹാർഡ് വർക്കിലൂടെ ബങ്കിപ്പൂർ എന്ന ആ അസംബ്ലിയിൽ അദ്ദേഹത്തിന് 19,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കാൻ സാധിച്ചു. സാധാരണഗതിയിൽ ബീഹാറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതി സമവാക്യങ്ങൾക്ക് പേരുകേട്ട ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജാതി രാഷ്ട്രീയത്തിന് വളരെ പേരുകേട്ട സംസ്ഥാനമാണ്. എന്നാൽ അദ്ദേഹം ആ നരേറ്റീവ് മാറ്റി മറ്റൊരു തരത്തിൽ, അതായത് ബീഹാറിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വർക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളുള്ളത് ബീഹാറിൽ നിന്നുള്ളവരാണ്. അതുകൂടാതെ ബീഹാറിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നമുക്ക് ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും വലിയ രീതിയിൽ മൈഗ്രന്റ് ലേബേഴ്സ് കൂടുതലും ബീഹാറിൽ നിന്നുള്ളവരാണ്. അത് വലിയ രീതിയിൽ ചെയ്തു അദ്ദേഹം അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അത് കൂടാതെ പല എക്സാമുകളുണ്ടായ ചോർച്ച, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാം. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ IAS-കാർക്കും IPS-കാരും ഉള്ളത് ബീഹാറിൽ നിന്നാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല ജോലികളിൽ കൂടുതലും ബീഹാറിൽ നിന്നാണ്. കാരണം അത്രയേറെ ഗവൺമെന്റ് എക്സാമുകൾക്ക് അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 3 വർഷം മുമ്പ് അഗ്നിപത് പദ്ധതി വന്നപ്പോൾ വലിയ രീതിയിലുള്ള കലാപങ്ങളും ആക്രമണം നടന്നത് ബീഹാറിലാണ്. കാരണം അത്രത്തോളം ഇന്ത്യൻ ആർമിയിലായിക്കോട്ടെ മറ്റു സേനകളിലേക്കായിക്കോട്ടെ വലിയ രീതിയിൽ ബീഹാറികളാണ്. അവർ അത്രത്തോളം ഗവൺമെന്റ് ജോലികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. സോ നമുക്കറിയാം, കഴിഞ്ഞ ഈ എക്സാം ചോർച്ച വിഷയം വന്നതോടുകൂടി ജൻസികൾക്കിടയിൽ മോദി ഗവൺമെന്റിനെതിരെ വലിയ രീതിയിൽ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെട്ടു. സാധാരണ BJPക്ക് അനുകൂലമാകുന്ന കുടുംബങ്ങൾ പോലും എതിരാകാൻ തുടങ്ങി. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ചെയ്തു ഒരു ഇലക്ഷൻ നരേറ്റീവായി കൊണ്ടുവന്നു. സാധാരണഗതിയിൽ ജാതി രാഷ്ട്രീയം അങ്ങനെ വരേണ്ട ബീഹാറിൽ ഈ വിഷയത്തെ മുൻനിർത്തി അദ്ദേഹം പ്രചരണത്തിനിറങ്ങി വലിയ രീതിയിൽ വിജയിക്കാൻ സാധിച്ചു. മറ്റൊരു കാര്യം, ആ മണ്ഡലം BJPയുടെ കുത്തക മണ്ഡലമായിരുന്നു. അതായത് കഴിഞ്ഞ 30 വർഷത്തോളം BJP അല്ലാതെ മറ്റൊരു പാർട്ടി പോലും വിജയിക്കാത്ത മണ്ഡലമാണ്. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കാൻ കാരണം BJPക്ക് ഒരു വലിയ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ പ്രാധാന്യമുള്ള സംസ്ഥാനമല്ല. കാരണം BJPയുടെ ഒരു മുഖ്യമന്ത്രി വരുന്നത് ഈ കഴിഞ്ഞ വർഷമാണ് BJPക്ക് ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി പോലും ബീഹാറിൽ വരുന്നത്. BJP ഇതിനു മുമ്പ് ഭരിച്ചത് മറ്റു സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അങ്ങനത്തെ ഒരു സംസ്ഥാനത്താണ് കഴിഞ്ഞ 30 വർഷത്തോളം BJP അടക്കി ഭരിച്ചിരുന്ന ഒരു മണ്ഡലം 19,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം അവിടെ ജയിക്കുന്നത്. അതിലും വലിയ പ്രത്യേകത, ആ മണ്ഡലത്തിലെ മുൻ MLA എന്ന് പറയുന്നത് BJPയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ നിതിൻ റാബിന്റെയാണ്. അദ്ദേഹം 2006-ലായിരുന്നു അവിടെ മത്സരിച്ചത്. 2025 അതായത് 2026 വരെ, അതായത് 20 വർഷത്തോളം അദ്ദേഹം ആയിരുന്നു അവിടുത്തെ MLA. ആ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ബൈ ഇലക്ഷൻ നടത്തി പ്രശാന്ത് കിഷോർ വിജയിച്ചത്. ഇത് മോദി ഗവൺമെന്റിന്റെ അവസാനത്തിന്റെ ആരംഭമെന്ന് കൂടിയാണ് പലരും വിശേഷിപ്പിക്കുന്നത്. കാരണം നമുക്ക് ഈ 2026 തുടക്കം എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും, വലിയ രീതിയിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ BJPയുടെ ഏറ്റവും വലിയ ബെൽറ്റ് കേന്ദ്രങ്ങളിൽ പോലും ഒരു മോദിക്കെതിരായ രീതിയിലുള്ള വികാരങ്ങൾ വന്നു തുടങ്ങി. അതുകൂടാതെ കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടും ജൻസികൾക്കിടയിലുള്ള ആ ഒരു സ്വീകാര്യത വലിയ രീതിയിൽ വർദ്ധിച്ചു. രാഹുൽ ഗാന്ധിയുടെ പലതരത്തിലുള്ള പ്രസംഗങ്ങൾ പോലും വലിയ വിപ്ലവങ്ങൾ, വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം കൂടിയാണ് നമ്മൾ ബീഹാറിൽ കണ്ടത്.
സോ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും വലിയൊരു ഉയർച്ചയുടെ നാളുകളാണ്. കാരണം 2027 ഉത്തർപ്രദേശ് ഇലക്ഷന് വേണ്ടി SP വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ആ മോദിയുടെ യുഗം അവസാന വഴിയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള പുതുപുത്തൻ വാർത്തകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.